കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച കഷ്ടതകളും നിങ്ങൾ അനുഭവിച്ച സങ്കടങ്ങളും വേദനകളൊക്കെ നിങ്ങൾ മറക്കുന്ന നാളുകൾ, കാലങ്ങൾ മുൻപിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചേ പറ്റൂ. നിങ്ങൾ അനുഭവിച്ച എല്ലാ യാതനകളും ഓർമ്മയിൽ എന്നും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളും ഇതിനെല്ലാം ദൈവം മറക്കുമാറാക്കും. ഹല്ലേലൂയ. ദൈവം നൽകുന്ന സന്തോഷത്തിന്റെ ആധിക്യത്താൽ, സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും സമൃദ്ധി നിമിത്തം നിങ്ങളുടെ സങ്കടങ്ങളെ, വേദനകളെ, കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ദുരനുഭവങ്ങളെ ദൈവം മറക്കുമാറാക്കും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിന്റെ 51-52 വാക്യങ്ങളിൽ യോസേഫ് തൻ്റെ സകല കഷ്ടതകളെയും കാലം കൊണ്ട് മാറി മിസ്രൈമിലെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായപ്പോൾ അവൻ വിവാഹം കഴിച്ച് 2 കുട്ടികളുമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ 2 വാക്കുകൾ കേൾക്കുക. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തൻ്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. അടുത്തത് കേൾക്കുക. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞവൻ രണ്ടാമത്തവന് എഫ്രൈം എന്ന് പേരിട്ടു. 2 തലമുറ ഉണ്ടാകുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, നമുക്കറിയാം യോസേഫ് അനുഭവിച്ച ത്യാഗങ്ങളും വേദനകളും അവഗണനകളും അപമാനങ്ങളും കഷ്ടതകളും എത്ര വലുതാണെന്ന്. ദീർഘകാലങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ജയശിക്ഷ നേരിടേണ്ടി വന്നു. ലാസ്റ്റ് സമയം വരെയും അവിടെ ദൈവം അവന് വെച്ചിരുന്ന ഒരു പീരീഡ് ഉണ്ടായിരുന്നു, ഒരു കാലമുണ്ടായിരുന്നു അവിടുന്ന് ദൈവികമായ പദ്ധതിയിൽ പുറത്തു വരുവാൻ. 105 സങ്കീർത്തനത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ദൈവം വെച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന്. ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ദൈവം അവനെ പുറത്തു കൊണ്ടുവരികയാണ്. ദൈവം പുറത്തു കൊണ്ടുവന്നപ്പോൾ സംഭവിച്ചതാണ്, സകല കഷ്ടതയും പിതൃഭവനവും ദൈവം മറക്കുമാറാക്കി. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് വേദന സമ്മാനിച്ച സ്ഥലങ്ങൾ, വേദന സമ്മാനിച്ചവർ, അതിന് മുഖാന്തരമായ ഇടങ്ങൾ, സംഭവങ്ങൾ, ഇതിനൊക്കെ മറക്കാൻ പറ്റുമോ? അതിനെയൊക്കെ മറക്കാൻ ദൈവം അവസരം തരും. നമ്മൾ മറന്നേ പറ്റൂ. എപ്പോഴാണെന്നറിയാമോ? വെറുതെ മറക്കാൻ പറ്റില്ല. ആ സങ്കടത്തിന്റെ അനുഭവങ്ങളെ വെല്ലുന്ന, അതിജീവിക്കുന്ന നന്മകളിലേക്ക് ദൈവം നമ്മെ പ്രവേശിപ്പിക്കുമ്പോൾ നിശ്ചയമായും ദൈവം നിങ്ങളെ പ്രവേശിപ്പിക്കും, ഉറപ്പാണ്. അങ്ങനെ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സങ്കടങ്ങളെ മറക്കാൻ പറ്റും, അതിനെ മറക്കുമാറാക്കും. ഹല്ലേലൂയ. ഇന്നത്തെ ഈ ദൂത് നിങ്ങളൊരു പ്രവചന ദൂതായിട്ട് തന്നെ നിങ്ങൾ ഏറ്റെടുത്തോ. നിങ്ങൾ മറക്കും. ഹല്ലേലൂയ. നിങ്ങൾ മറക്കും. മറക്കാനായിട്ട് ദൈവം അതിനുള്ള അഭിവൃദ്ധി നിങ്ങൾക്ക് തരും. അതിനനുസരിച്ചുള്ള വലിയ മാനസിക ഉറപ്പും വളർച്ചയും സന്തോഷവും നിങ്ങൾക്ക് ദൈവം പ്രദാനം ചെയ്യും. ഹല്ലേലൂയ. നവോമി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. വലിയ കൈപ്പോടുകൂടിയാണ് എൻ്റെ ജീവിതം ഇപ്പോൾ തീർന്നിരിക്കുന്നത്. എൻ്റെ പേര് നവോമി എന്ന് വിളിക്കേണ്ട, എന്നെ മാറ എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ യെരൂശലേമിലേക്ക് മടങ്ങി വരുമ്പോൾ, മോവാബ് ദേശത്ത് നിന്ന് യെരൂശലേമിലേക്ക് മടങ്ങി വരുമ്പോൾ നവോമി പറയുന്നുണ്ട്. പക്ഷെ അവളുടെ ആ സങ്കടത്തെയും കയ്പിനെയും അനുഭവിച്ച വലിയ തിക്ത അനുഭവങ്ങളെയൊക്കെ മറക്കുന്ന ഉയർച്ചയുടെ പാതയിലേക്ക് ദൈവം അവളെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. എത്രയോ ആനന്ദമാണ് ദൈവം അവൾക്ക് നൽകിയത്. രൂത്തിന്റെ പുസ്തകം 4 അധ്യായം 16-17 വാക്യങ്ങൾ എഴുതിയിരിക്കുമ്പോൾ അവൾക്ക് വലിയ ആനന്ദമുണ്ടായി. നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്ന തലമുറകളെ അവളുടെ കയ്യിലേക്ക് ദൈവം മടക്കി കൊടുക്കുന്ന കാര്യം. അതെ പ്രിയമുള്ളവരെ, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഒരു നിമിഷം മതി നമ്മുടെ സ്ത്രീകൾക്ക് മാറ്റം വരുത്താൻ. ദൈവം നമ്മുടെ സങ്കടങ്ങളെ മറക്കുമാറാക്കുന്ന നന്മകൾ നൽകി തരും. ഹല്ലേലൂയ. സാഹചര്യം കുറെ കാലം അവർ കയ്പ് അനുഭവിച്ചു മിസ്രൈമില്. അവരുടെ ജീവിതം കയ്പായി തീർന്നാണ് പുറപ്പാട് പുസ്തകം 1 അധ്യായം 14 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഫറവോൻ അവരെ ഞെരുക്കി, കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും അവരെ കൊണ്ട് കാഠിന്യത്തോട് ചെയ്യിച്ച സകല പ്രയത്നാലും അവൻ അവരുടെ ജീവനെ കയ്പാക്കി. അങ്ങനെ കയ്പിനകത്ത് കിടക്കുന്ന സമയത്താണ് ദൈവം അവരോട് പറയുന്നത്, പുറപ്പാട് 3:7-8 വാക്യം നോക്കണം, ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. അവരുടെ ജീവിതം ഫറവോ കയ്പാക്കിയപ്പോൾ, നോക്കിക്കോണേ, ഫറവോ കയ്പാക്കിയ അവരുടെ ജീവിതത്തെ തേനിലേക്ക്, പാലും തേനും കൊടുക്കുന്ന സമൃദ്ധിയുടെ കനാനിലേക്ക് ദൈവം കൊണ്ടുപോവുകയാണ്. കയ്പായ കാലഘട്ടത്തെ മറക്കാൻ
പാലും തേനും. ആമേൻ. അപ്പൊ ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതികളാണ്. ഇസ്രായേൽ ജനത്തെ ദൈവം അവിടെ എത്തിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒട്ടും നിരാശപ്പെടേണ്ട. ദൈവം ഇതിനെല്ലാം ഒരു മറുപടി വെച്ചിട്ടുണ്ട്, ഒരു പരിഹാരം വെച്ചിട്ടുണ്ട്. ഈ ദോഷത്തിന്റെ കാലങ്ങളെ ദൈവം മാറ്റും. ദൈവം വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരം മാലയും, ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വെണ്ണീറിന് പകരം അലങ്കാര മാല അവൻ നൽകും, ദുഃഖത്തിന് പകരം ആനന്ദ തൈലം അവൻ നൽകും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിന് കാര്യം അസാധ്യമല്ല. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത് ചെയ്യും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനം 90:15 എഴുതിയിരിക്കുന്നു, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരട്ടെ. ക്ലേശിച്ച ദിവസങ്ങളും അനർത്ഥം അനുഭവിച്ചതിനും തക്കവണ്ണം സന്തോഷിപ്പിക്കും. ഹല്ലേലൂയ. സങ്കടങ്ങളെ മറക്കും. കഴിഞ്ഞ കാലങ്ങൾ അനുഭവിച്ച വേദനകളെയൊക്കെ ദൈവം മറക്കും, ദൈവം വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. പ്രിയ കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ ഈ വചനം കേൾക്കാൻ ദൈവം ഒരുക്കി. അവരുടെ കാതുകളിൽ ഈ വാക്കുകൾ എത്തിച്ചപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിലെ വേദനപ്പെട്ട കാലങ്ങളെ, മുറിവേറ്റ മനസ്സിനെ, സങ്കടപ്പെട്ടു പോയ, അപമാനമേറ്റ കർത്താവേ, അവരുടെ ജീവിതത്തിലെ കയ്പായി പോയ കാലങ്ങളെ മറന്നിട്ട് അതൊക്കെ മറക്കുമാറാക്കി പാലും തേനും ഒഴുകുന്ന കനാൻദേശത്ത് ജനത്തെ എത്തിച്ചതുപോലെ, മാറയെ മാറ്റി ആനന്ദവും സന്തോഷവും നൽകിയതുപോലെ, യേശുവിന്റെ നാമത്തിൽ അനുഭവിക്കുന്ന എല്ലാ ഈ ആദരകൾക്കും ദൈവികമായ ഒരു മറുപടി വിടുതൽ ഉണ്ടാകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവസ്ഥിതികൾക്ക് മാറ്റം വരുത്തും. ഹല്ലേലൂയ. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ജീവിതം ഒരു ആനന്ദത്തിന്റെ ജീവിതമാക്കി ദൈവം മാറ്റും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യണം. സ്ത്രീകൾക്ക് ദൈവം തന്നെ അത്ഭുതം ചെയ്ത് മാറ്റം വരുത്തും. മാറായെ മധുരമാക്കി മാറ്റും, സങ്കടങ്ങളെ ആനന്ദമാക്കി മാറ്റും, വിഷണ്ണ മനസ്സിനെ മാറ്റി സ്തുതി എന്ന മേലാട നൽകും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം ആ കാര്യങ്ങൾ ചെയ്യും. ഈ വചനം നിങ്ങൾ വിശ്വസിക്കുക. ഈ മെസ്സേജ് നിങ്ങൾ കുറച്ച് പേർക്ക് ഷെയർ ചെയ്യണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അനേകരിലേക്ക് ഈ വചനം എത്തുമ്പോൾ അവർക്കെല്ലാം വിടുതൽ ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ലവ്ലി ഡേ.